ഹായ്. ഇന്ന് കാഡിയ ചെയ്തൊരു ഇൻറ്റീരിയർ വർക്കിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ആരുടെ വീടാണെന്നുള്ളത് ജിബേട്ടൻ പറഞ്ഞു. എന്നെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം മാഷായിട്ടുള്ള ഹരി മാഷ് വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ കണ്ടാലോ? അപ്പോൾ മാഷേ, എന്തൊക്കെയാ വിശേഷം? എന്താ വളരെ സന്തോഷം. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇന്ന് എൻ്റെ അതിഥികളായി എത്തി എന്നുള്ളതാണ് വലിയ സന്തോഷം. തീർച്ചയായിട്ടും അതേമാതിരി തന്നെ മാഷ് ഒരു വീടുണ്ടാക്കിയതിൽ അതിലൊരു ഭാഗം ഞങ്ങളായതിൽ വളരെയധികം ഞങ്ങളും സന്തോഷിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ വരുമ്പം അതിന് നമ്മുടെ കുട്ടികൾ തന്നെ അതിന് മുൻകൈ എടുക്കുക, അത് ആളുകൾ കാണുന്നവരൊക്കെ അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുക എന്ന് പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു വീടിന്റെ ഉടമ എന്ന നിലയിലൊക്കെ നമ്മൾ വലിയൊരു വല്ലാത്തൊരു അഭിമാനമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ മാഷ കണ്ടാല് നമ്മൾ മാഷാണെന്നൊന്നും തോന്നൂല. കാരണം എന്താ വെച്ചാല് വളരെ യങ്ങാണ് ഇപ്പോഴും. ഞങ്ങൾ അന്ന് കാണുന്ന സമയത്ത് ഇന്ന് കാണുന്ന സമയത്ത് മാഷ് ഇതുപോലെ തന്നെ ഉണ്ട്. അതാണ് മാഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ സന്തോഷം. പിന്നെ മാഷയെ കാണിച്ചിട്ട് ആളുകളുടെ മുമ്പിൽ മാഷാണെന്ന് തോന്നില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദി അല്ല. അതുപോലെ മാഷേ, നമ്മളെ ഈ ആൽഫ ഡിസൈൻസ് സച്ചിൽ സാറാണ് ഈ വീടിന്റെ ഫുൾ ഡിസൈനിങ് മൊത്തം ചെയ്തിട്ടുള്ളത്. സാറിന്റെ ഡിസൈൻസ് എല്ലാം അടിപൊളിയാണ്. നമുക്ക് വളരെ അധികം ഹെൽപ്ഫുള്ളും ആയിരുന്നു. എന്താണ് സാറിനെ പറ്റി പറയാനുള്ളത്? അല്ല, അത് തന്നെ ഞാൻ സച്ചിൽ ചെയ്തിട്ടുള്ള എറണാകുളത്തുള്ള ഒരു വീട് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ ആ ഒരു കോൺസെപ്റ്റിൽ ചെയ്തത്. പക്ഷെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ഇപ്പൊ കോഴിക്കോട് നമ്മളൊരു വീട് ചെയ്യുമ്പം നമ്മുടെ ഡിസൈനർ എറണാകുളത്ത് ഇരിക്കുന്നു. ആ ഒരു ഡിസൈനർ മനസ്സിൽ കാണുന്ന ഒരു സാധനം, അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക്. എല്ലാവർക്കും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ അതേപടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, കൃത്യമായി അതിനെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം കിട്ടുക എന്നത് അതായിരുന്നു ഏറ്റവും വലിയൊരു പ്രതിസന്ധി. എന്നോട് അദ്ദേഹം ആദ്യം പറഞ്ഞതും, സാർ ഏറ്റവും നല്ല ഒരു ടീമിനെ എനിക്ക് തരണം. ഞാൻ പറഞ്ഞു അത് ഞാൻ ഉറപ്പ് തരാം, കാരണം അതിനകത്തൊരു സംശയമില്ല. അതിപ്പോൾ വർക്ക് കഴിഞ്ഞ് അവസാനം അദ്ദേഹം വന്ന് കണ്ടിട്ടും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്, ഈ ടീം ഇവർ ഏറ്റെടുത്തതുള്ളത് കൊണ്ട് തന്നെ അത്രയും നന്നായിട്ട് അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സന്തോഷമായ കാര്യത്തിൽ. അപ്പം ഇതാണ് നമ്മളുടെ മാഷിന്റെ സന്തുഷ്ടമായ കുടുംബം. ഇത് സ്വപ്നേച്ചി, ചേച്ചിയും ടീച്ചറാണ്. സ്വപ്നേച്ചി, എന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാണ് നമ്മളെ ഒരു പുതിയ വീട്ടിലെ താമസം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ്? പുതിയ വീട്ടില് നന്നായി പോകുന്നു, സന്തോഷമായി പോകുന്നു. ഇങ്ങനെ ഞങ്ങളെ വർക്കിനെ പറ്റിട്ടൊക്കെ എന്താ പറയുക? വർക്കൊക്കെ നന്നായി, നല്ല അഭിപ്രായമാണ്. ഞങ്ങളെക്കാൾ ഇപ്പൊ വന്ന് കാണുന്നവരൊക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ കുട്ടികൾ ചെയ്ത വർക്കാണല്ലോ, അതിന്റെ ഒരു സന്തോഷം എന്നെ കൂടുതലുണ്ട്. നമുക്ക് മാത്രമേ കുട്ടികൾ അവര് വലിയ ഈ വീട്ടിൽ വളരെ രസകരമായ ഒരു ഏരിയ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇവിടുത്തെ കിച്ചണാണ്. ഞങ്ങൾ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് വർക്ക് ചെയ്തത്. അതിനെപ്പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ തിരക്ക് പിടിച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. പക്ഷെ അത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഫീൽ ചെയ്യാനില്ല. വളരെ നല്ല രീതിയിലാണ് നിങ്ങളത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ ഒരു കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ വരാറില്ല. എല്ലാരും ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ഹാൻഡി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത്, അവിടെയാണ് അത് വർക്ക് ഔട്ട് ചെയ്തതിന്റെ ഒരു മെച്ചമുള്ളത്. വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും എടുത്തുകൊണ്ട് വെച്ച് കഴിക്കാനെല്ലാം എല്ലാം എളുപ്പമാണ്. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ച് കുറെ സുഹൃത്തുക്കളുണ്ട്, പല സാമൂഹ്യ മേഖലയിലുള്ള പല പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ ഫുഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ചർച്ചയുടെ ഭാഗമാവണം. അതോടൊപ്പം തന്നെ അവർക്കാണെങ്കിലും വന്നതിന് നമുക്ക് എല്ലാരും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു അവസ്ഥ. അതെ അതെ, ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കിച്ചന്റെ ഉള്ളിൽ വരൂലല്ലോ, പുറത്ത് വരാൻ കഴിയൂല. അതെ അതെ, ഇതിപ്പോ എല്ലാരും ഇവിടെയാ, എങ്ങ് വരും. ഒരു മെച്ചം ഇങ്ങനെ ആയതുകൊണ്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വരുന്ന അതിഥികളും അത്യാവശ്യം
അതുപോലെ നമ്മൾ ഈ വീടിന്റെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആംബിയൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഈ TV യൂണിറ്റ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് പാർട്ടീഷൻ ആയിട്ടും മറു സൈഡിൽ നമ്മൾ TV യൂണിറ്റ് ആയിട്ടാണ് നമ്മളിത് പ്ലേസ്. കറക്റ്റാണ്. ശരിക്കും ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു വാർക്കൊക്കെ കഴിഞ്ഞ ടൈമിന് വീട് വന്ന് കണ്ട ആളുകളൊക്കെ നമ്മളോട് എന്താ നിങ്ങൾ കല്യാണത്തിനുള്ള ഹാൾ ഉണ്ടാക്കുകയാണ്, എവിടെയും ഭിത്തിയും കാര്യങ്ങളും ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്ത ഈ ഒരു TV യൂണിറ്റാണ്. കാരണം ഒരേ സമയം അത് നമുക്ക് ഒരു ഡിവൈഡ് ചെയ്യുന്നുമുണ്ട്, ഒരു ഡിവിഷനുമാണ്. അതേസമയം നമുക്കൊരു 180 ഡിഗ്രിയിൽ നമുക്ക് TV കാണാനും പറ്റുന്നത്. ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം കവർ ചെയ്ത് TV കാണുന്ന ഒരു ഇതുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡിസൈനും ഭയങ്കര ഒരു ക്യൂട്ടാണ്. അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വർക്കേഴ്സ് വളരെ രസകരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അതാണ് വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടും വന്നിട്ടുള്ളത്. അതേമാതിരി തന്നെ നമ്മളിപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മളൊരു ഫാമിലി ലിവിങ് ഉണ്ട്, പാഷ്യോ ഉണ്ട്. ഇവിടുന്ന് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന രീതിയിലേക്കാണ് നമ്മളിത് കറക്റ്റ് ഒരു പ്ലേസ് തന്നെയാണ്. അതെ 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 അതെ, എല്ലാവരും എല്ലാ ഏരിയയും കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്കൊക്കെ ഇപ്പം മെയിൻ ഡോർ കഴിഞ്ഞ് വരുന്ന ആളുകൾ അവിടെ ലിവിംഗ് റൂം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാൽ പിന്നെ ഒരു ഫുള്ളായിട്ടൊരു വിശാലതയാണ്. അവിടെ TV കാണുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. പേഷ്യ എന്നുള്ള ഒരു ലൈറ്റിംഗ് കൃത്യമായിട്ട് വരുന്നത് കൊണ്ട് ഒരു ഡാർക്ക്നെസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഡേ ലൈറ്റിൽ ഭയങ്കര രസകരമായിട്ട് ഈ ഒരു ഏരിയ വളരെ പോസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നു എല്ലാവരും പറയുന്നത്. വീട്ടിലെ ഏറ്റവും വലിയൊരു കണ്ടീഷൻ നമുക്കൊരു വിങ്ങല് പോലെ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരുപാട് കാറ്റും വെളിച്ചും ഒരു നല്ല സ്പേഷ്യസ്, ഇപ്പൊ നമ്മള് അത് ഏറ്റവും ഭയങ്കര ഒരു സൗകര്യമാണ്. അതെ അതെ. MTയുടെ ഇപ്പോൾ മരണമൊക്കെ കഴിഞ്ഞപ്പോൾ MTയുടെ നാലുകെട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് വലിയ നാലുകെട്ട് വേണ്ട, കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു വീട് വേണം. അത് യാഥാർത്ഥ്യമാക്കി തന്നതിന് നിങ്ങളുടെ ടീം കാഡിയ താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ വീട് ചെയ്യുന്ന സമയത്ത് മാഷ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു മാഷിന്റെ ഒരുപാട് ബുക്കുകൾ നമ്മൾ ഇതുപോലെ ഒതുക്കി ഒരു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ വേണം, അതുപോലെ ഒരു റീഡിംഗ് റൂം വേണം. അങ്ങനെ ഉള്ളൊരു മാഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്യും. എന്താ മാഷായിട്ട്? തീർച്ചയായും വീട് വെക്കുമ്പോഴേ എന്നെ സംബന്ധിച്ച് വീടിനെ പറ്റി അങ്ങനെ വലിയൊരു കോൺസെപ്റ്റ് ഇല്ലാത്ത ആളാണ്. പക്ഷെ വൈഫ് അതിനകത്ത് വളരെ കെയർഫുള്ളാണ്. അവർ അത്രയധികം ശ്രദ്ധിക്കലുമുണ്ട്. ഞാൻ ഒറ്റ ഡിമാൻഡ് എനിക്കുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഫ്രീ ആയിട്ട് നന്നായി ഇരുന്ന് വായിക്കാൻ ഒരു സ്പേസ് വേണം. അത് ആദ്യം ഡിമാൻഡ് ചെയ്ത പാടെ തന്നെ എനിക്ക് വേറെ മുകളിലൊരു റൂം അതിനുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ കാഡിയയുടെ ടീമും അതോടൊപ്പം തന്നെ നമ്മളുടെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ ഒരു സ്പേസ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. സാധാരണ ഒരു വീടിന്റെ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ട് മാറുകയും പൊടി പിടിച്ച് കിടക്കുന്ന അതിനെ വളരെ ലൈവാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ഒരു ലൈബ്രറിയുടെ പ്രത്യേകത. ഇത് നമ്മൾ ഒരു ലൈബ്രറി ഒക്കെ വീട്ടിൽ സെറ്റ് ചെയ്താൽ പലപ്പോഴും അവിടെ ഇപ്പം മുകളിലൊക്കെ ആണെങ്കിൽ അവിടെ പോയി ഇരുന്ന് വായിക്കുക, ഇതൊന്നും നമ്മൾ 2-3 പേരുള്ള വീട്ടിലും നടക്കില്ല. ഇവിടെ ആകുമ്പോൾ പ്രത്യേകത ഇവിടെ ഇരുന്ന് നമുക്ക് വായിക്കാം, പുസ്തകം വേണമെങ്കിൽ എടുത്ത് അപ്പുറത്തേക്ക് ഇരിക്കാം, എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അവിടേക്ക് ചെയ്യാം. എന്നാൽ ഫാമിലി ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. അല്ലാതെ വായിക്കുന്ന ഒരാൾ വീടുമായിട്ട് ഒട്ടും ബന്ധമില്ലാതെ വേറെ എവിടെയോ ഇരിക്കുക. അതുകൊണ്ട് തന്നെ പല ലൈബ്രറികളും നിർജ്ജീവമായിട്ട് കിടക്കുകയില്ല. ഇതിപ്പോ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കുന്നതോടൊപ്പം നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെയും ഭാഗമാവാനും പറ്റും. മാത്രമല്ല പുറത്തു നിന്നുള്ള നല്ല ലൈറ്റും ഉണ്ട്. പുറത്താരെങ്കിലും വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുകയും ചെയ്യാം. വിൻഡോ തുറന്നിട്ട് അവിടെ നിന്നുള്ള കാറ്റും നല്ല കാറ്റും കിട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇവിടെ നമ്മൾ ഇതിൽ ഏറ്റവും തോന്നിയത് ഇങ്ങനെ ഒരു സീറ്റിംഗ് സ്പേസും കൂടി കൊടുത്തുകൊണ്ട് കിടന്നും ഇരുന്നും വായിക്കാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി നമ്മൾ അതെ 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 അതുകൊണ്ട് തന്നെ അത് ഇവിടെ നമുക്ക് പുറത്തേക്ക് പോകേണ്ടതില്ല. ഇവിടെ തന്നെ ഇരുന്ന് എത്ര വേണമെങ്കിലും ഇരിക്കുക, അത്യാവശ്യം ഒന്ന് കിടന്ന് വായിക്കുക ഒക്കെയുള്ള ഒരു സൗകര്യം ഇതിൽ തന്നെ ഉണ്ട്. അത് ഈ ഒരു ചെറിയ ഏരിയയിൽ ഇത്രയധികം പുസ്തകങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുകയും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല ലൈറ്റിങ്ങുമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭംഗിയായിട്ടുണ്ട്. എനിക്ക് വളരെ തൃപ്തിയായിട്ടുള്ള ഒരു ഏരിയ ആണ്. തീർച്ചയായിട്ടും. സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടാകുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും വേണം. അത് ഇവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തെടുത്ത ഒരു ഏരിയ നമുക്ക് കാണാം. ബാ, കാറ്റത്ത് ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണല്ലോ. ശരിക്കും ഒരു കാരണം ഇത് ഓപ്പൺ സ്പേസ് ആണ്. കാറ്റും വെളിച്ചമൊക്കെ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയും ചെയ്യും. നമുക്ക് വളരെ സുഖമായിട്ടിരിക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ്. നഗരത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ സ്ഥലപരിമിതി ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ മൊത്തത്തിൽ നമ്മളൊരു 5.5 സെന്റിലാണ് ഈ വീടുള്ളത്. തീർച്ചയായിട്ടും. ഈ സ്ഥലപരിമിതി ഉള്ളിടത്ത് പലപ്പോഴും ഇതുപോലൊരു ഓപ്പൺ സ്പേസ് നമുക്ക്
ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത മതിലാണ്, പുറത്തെ ചുവരാണ്. ആ ഒരു സ്ഥലത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വീടിന്റെ പുറകു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഉപേക്ഷിച്ച് ആർക്കിടെക്ട് ഡിസൈനിങ്ങിൽ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെ അതെ, എല്ലാ വീടുകളിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അത് വീടിന്റെ പുറകു ഭാഗം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വെറുതെ കിടക്കുന്ന സ്ഥലമാണ്, അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഗ്രില്ലുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സേഫ്റ്റി ഒരു വിഷയമില്ലാത്ത രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മഴക്കാലത്ത് ഇരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം മുകൾ ഭാഗത്ത് നെറ്റും അതിന്റെ ഒപ്പം ഒരു 25% ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത്രയും ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. എന്നാൽ അതിലെ മഴവെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങും മഴക്കാലത്ത് ഇറങ്ങുമ്പോൾ ആ ഒരു തണുപ്പ് ശരി നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്ന പോലെ തോന്നും. മാത്രമല്ല ഇവിടെ ഇരുന്ന് നമുക്ക് TV കാണാൻ അങ്ങനെയുള്ളത് നടക്കാം. കേട്ടനോട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനും ഇരിക്കാനും പറ്റിയ ഏരിയ ആണ്. മാത്രമല്ല ഈ ജനലുകൾ ഇത് വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് ഹാളിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഒട്ടും നല്ല കൊടും വേനലായിട്ടുള്ള ടൈമിന് പോലും ഒരു ചൂട് അനുഭവപ്പെടും. കാരണം കറക്റ്റ് എയർ സർക്കുലേഷൻ അത്രയും ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ ജീവൻ ഇപ്പൊ പറഞ്ഞ അതേ ഒരു അഭിപ്രായമാണ് പറയേണ്ടത്. അതിന് ആൽഫ ഡിസൈൻ സ്റ്റുഡിയോയും അതോടൊപ്പം തന്നെ കാഡിയയുടെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനും ഇത് രണ്ടും എടുത്ത് പറയാതെ നിങ്ങളോടാണ് അതിന് താങ്ക്സ് പറയേണ്ടത്. അത്രയും നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്ക് യു. ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു ഹോളാണ് കേട്ടോ. അതിൽ നമ്മളൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബേ വിൻഡോ, നമുക്ക് ഇച്ചിരി നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കൂടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡെസ്ക് സ്പേസ്, ഇവിടെ കുറച്ച് ആൾക്കാർ ഒന്ന് ഗ്യാദർ ചെയ്യുമ്പോഴോ ഫംഗ്ഷൻസോ ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ളൊരു സ്പേസും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസും കണ്ടു. നമ്മൾ ഈ വീട്ടിൽ 3 ബെഡ്റൂംസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ സിമ്പിളായിട്ട് എല്ലാ ആവശ്യങ്ങളും, ഒരു ബെഡ്റൂമിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയും കൊണ്ട് നല്ലൊരു കോട്ട്, കൂടാതെ ഒരു വേ വിൻഡോ, പോരെ നമ്മളൊരു സ്ലൈഡിങ് വാൾഡ്രോബ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സിങ് ഏരിയ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ബെഡ്റൂംസിലും ഇതുപോലൊരു സംഗതി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏതൊരു വീട്ടിലും പുറത്തൊരു ഷൂറാക്ക് വളരെ ഭംഗിയോടെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഷൂറാക്ക് പ്ലസ് ഒരു സിറ്റിംഗ് ഏരിയ ആണ്. നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കസ്റ്റമർ ഹാപ്പി ആവുക എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ആ സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്നത് ഈ കുടുംബമാണ്. അപ്പം നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സാറിന് ഞങ്ങളെ കാഡിയ ടീമിന്റെയും പേഴ്സണലി എന്റെയും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു ടീം ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുടുംബ ബന്ധം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത്രയും അതിനകത്ത് പെർഫെക്ഷൻ ഉണ്ടാവണം, അതിനകത്ത് അത്രയും ആത്മാർത്ഥത ഉണ്ടാവണം, അവരുടെ ഡീലിംഗ് അത്രയും പക്ക ആവണം. ഇപ്പൊ ജിബിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിലൊരു ബന്ധമുണ്ട്. പക്ഷെ അച്ഛനുൾപ്പെടെ ഇപ്പൊ ആ കമ്പനിയിലെ പല സ്റ്റാഫുകളും നമുക്കൊരു കുടുംബാംഗങ്ങളെ പോലെ നമ്മൾ സ്നേഹത്തോടെ എപ്പോൾ വേണമെങ്കിലും എന്തിനും വിളിച്ചാൽ, കാരണം ഇപ്പം വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി എങ്കിൽ പോലും എന്ത് കാര്യത്തിൽ വേണമെങ്കിലും വിളിച്ച സ്പോട്ടിൽ എന്താണ് സാർ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുക. അത്രയും അടുപ്പമാണ്. ആ ഒരു കുടുംബബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അവിടെയാണ് ഇത് നമ്മൾ സർവീസ് ആവുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഓൾ വിഷസ് ടു കാഡിയ. താങ്ക് യു. മോള് ഒന്നും പറയല്ലോ. പേര്? എന്റെ പേര് ഋതുപർണ. വാവയുടെ പേര്? വാവേന്റെ പേര് വിധുപർണ. എന്തൊക്കെയാണ് ഞങ്ങളെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, നല്ല വർക്കാണ്, ഹാപ്പിയാണ്. താങ്ക് യു കാഡിയ.